ഭാര്യയും ഭർത്താവും രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണോ എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ HRA ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട വിവരം നിങ്ങളും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഭാര്യയ്ക്കോ ഭർത്താവിനോ സർക്കാർ ക്വാർട്ടേഴ്സ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റേയാൾക്ക് HRA ലഭിക്കുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ധനമന്ത്രാലയം അടുത്തിടെ പാർലമെന്റിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കാണ് HRA ലഭിക്കുക, ആർക്കാണ് ലഭിക്കാതിരിക്കുക, ഇരുവർക്കും HRA ലഭിക്കാവുന്ന സാഹചര്യം എന്താണ്, തെറ്റായി HRA വാങ്ങിയാൽ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. ആദ്യം എന്താണ് HRA അഥവാ ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയാം. സർക്കാർ ജീവനക്കാർക്ക് ഔദ്യോഗിക താമസ സൗകര്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്വന്തമായി വാടക വീടെടുത്ത് താമസിക്കുന്നതിനായി നൽകുന്ന ഭത്തയാണിത്. ഇത് ജീവനക്കാരന് നൽകുന്ന അധിക വരുമാനമല്ല, മറിച്ച് താമസത്തിനായി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ചിലവ് നികത്താൻ നൽകുന്ന ഒരു ആനുകൂല്യം മാത്രമാണ്. ഭർത്താവും ഭാര്യയും സർക്കാർ ജീവനക്കാരാവുകയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരാൾക്ക് സർക്കാർ ക്വാർട്ടേഴ്സ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റേയാൾക്ക് HRA ലഭിക്കില്ല. കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ക്വാർട്ടേഴ്സ് നൽകുന്നത് ആ കുടുംബത്തിന് മുഴുവനായി സർക്കാർ താമസ സൗകര്യം ലഭ്യമാക്കിയതിന് തുല്യമാണ്. ഇവിടെ രണ്ടാമത്തെ ആൾക്ക് വീട്ടുവാടകയ്ക്കായി പ്രത്യേക ചിലവ് ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ ചെലവില്ലാത്ത കാര്യത്തിന് ആനുകൂല്യം നൽകുന്നത് HRA നിയമങ്ങളുടെ അടിസ്ഥാന തത്വത്തിന് എതിരാണ്. ഈ ചട്ടത്തിൽ മാറ്റം വരുത്താൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് ധനകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. കുടുംബം എന്നത് ഒരു യൂണിറ്റ് ആണ്. താമസ സൗകര്യത്തിന്റെ കാര്യത്തിൽ ദമ്പതിമാരെ ഒരു കുടുംബ യൂണിറ്റ് ആയിട്ടാണ് നിയമം പരിഗണിക്കുന്നത്. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഭാര്യയ്ക്കോ ഭർത്താവിനോ ക്വാർട്ടേഴ്സ് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പങ്കാളി അതിൽ താമസിച്ചില്ല എങ്കിലും രണ്ടാമത്തെ ആൾക്ക് HRA അവകാശപ്പെടാൻ കഴിയില്ല. ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും HRA കിട്ടുന്ന സാഹചര്യങ്ങൾ കൂടി പറയാം. ഭാര്യയും ഭർത്താവും വ്യത്യസ്ത ജോലി സ്ഥലങ്ങളിലാണ് സേവനം അനുഷ്ഠിക്കുന്നത് എങ്കിൽ രണ്ടുപേർക്കും HRA ക്ലെയിം ചെയ്യാം. ഇത്തരം കേസുകളിൽ രണ്ടുപേർക്കും ആ സ്ഥലത്തിൽ വെവ്വേറെ വാടക വീടുകളിൽ താമസിക്കുകയും ചെലവ് വഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമാകും ഇരുവർക്കും HRA കിട്ടുക. രണ്ടുപേർക്കും സർക്കാർ ക്വാർട്ടേഴ്സ് ലഭിച്ചിട്ടില്ലെങ്കിൽ സാധാരണ HRA ചട്ടങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി ആനുകൂല്യം നിർണ്ണയിക്കപ്പെടും. ഇനി HRAയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുൻകരുതലുകളും കൂടി പറയാം. പങ്കാളിക്ക് സർക്കാർ ക്വാർട്ടേഴ്സ് ലഭിച്ചിട്ടുണ്ടോ, പങ്കാളി HRA കൈപ്പറ്റുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ ഡിക്ലറേഷൻ ഫോം ഓഫീസിൽ നൽകേണ്ടതുണ്ട്. പങ്കാളിയുടെ ക്വാർട്ടേഴ്സ് ലഭ്യത മറച്ചുവെച്ച് HRA കൈപ്പറ്റുന്നത് ഗുരുതരമായ സർവീസ് ചട്ടലംഘനവും അച്ചടക്ക നടപടിക്ക് കാരണവുമാണ്. നിയമവിരുദ്ധമായി HRA കൈപ്പറ്റിയാൽ ആ തുക മുഴുവൻ പലിശ സഹിതം സർക്കാരിലേക്ക് തിരികെ അടയ്ക്കേണ്ടി വരും. പങ്കാളിക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റമോ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് അലോട്ട്മെന്റ് ലഭിച്ചാൽ ആ വിവരം ഉടൻ തന്നെ സ്വന്തം ഓഫീസിലെ എക്സ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തെ രേഖാമൂലം അറിയിക്കുകയും ചെയ്യണം. ഇനി നിയമവിരുദ്ധമായോ തെറ്റായി സത്യവാങ്മൂലം നൽകിയോ HRA ആനുകൂല്യം കൈപ്പറ്റിയാൽ സർക്കാർ ജീവനക്കാർ നേരിടേണ്ടി വരുന്ന പ്രധാന ശിക്ഷകൾ കൂടി പറയാം. ഒന്ന്, പലിശ സഹിതം തുക തിരികെ പിടിക്കുമെന്നതാണ്. ഒപ്പം വകുപ്പ് തല അച്ചടക്ക നടപടി, ഇൻക്രിമെന്റുകളും പ്രമോഷനും തടയൽ, സസ്പെൻഷൻ അല്ലെങ്കിൽ പിരിച്ചുവിടൽ, സർവീസ് റെക്കോർഡിലെ കറുത്ത മാർക്ക്, വിജിലൻസ് അന്വേഷണവും ക്രിമിനൽ കേസും, ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള പിഴ എന്നിവയും നേരിടേണ്ടി വന്നേക്കും.